ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിന്നെ വേണമെങ്കിൽ ഞാൻ ഈ കേസ് ഏറ്റെടുക്കാം. ചിലപ്പോ ശിവദാസൻ എന്ന് പറയുന്ന ആൾക്ക് ജാമ്യം കിട്ടും, അല്ലെങ്കിൽ ജീവപര്യന്തം ശിക്ഷ കിട്ടും. ജാമ്യം കിട്ടുമെന്ന് ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. ഇന്ന് ശിവദാസനെ കണ്ടപ്പോ അതൊക്കെ ഒന്നുകൂടി ഓർത്തു. തക്ക സമയത്ത് പോലീസ് വന്നതുകൊണ്ടാ നമ്മൾ എല്ലാവരുടെയും മുൻപിൽ രക്ഷപ്പെട്ടത്. എന്നാലും ആരാണ് പോലീസിനെ വിളിച്ചതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഞാനും അത് ആലോചിക്കുന്നേ. ആ സമയത്ത് പോലീസ് വന്നില്ലായിരുന്നെങ്കിൽ അവൻ എല്ലാവരോടും എല്ലാം വിളിച്ചു പറഞ്ഞേനെ. ആ ശിവദാസന്റെ കാര്യം ഇനി ഒന്ന് ആലോചിക്കണം. ആലോചിച്ച് തീരുമാനിക്കണം. എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താ അത് നമുക്ക് തന്നെ തിരിച്ചടിയാവും. ഇത്രയും നാള് ശിവദാസനും കുടുംബം ഒളിവിലായിരുന്നു. അതിന്റെ അർത്ഥം കുറ്റം ചെയ്തു എന്നല്ലേ? അങ്ങനെയല്ല സാർ. കൊലപാതക കുറ്റം തലയിലാവുന്ന കരുതിക്കൊണ്ടും അവര് സാധുക്കളായതുകൊണ്ടും പേടിച്ച് നാട്ടിൽ നിൽക്കാത്തതാ. അതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനല്ലേ പറ്റൂ. ഒരു നാട് മുഴുവൻ അയാളെ കുറ്റക്കാരനാണെന്ന് പറയുന്നു. ദൃക്സാക്ഷികളുമുണ്ട്. തെളിവുകളൊക്കെ അയാൾക്കെതിരാണ്. തോൽക്കുമെന്ന് ഉറപ്പുള്ള ഒരു കേസ് ഞാൻ എങ്ങനെ എടുക്കും? അല്ല സാർ, ദാസേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളൊന്ന് ശ്രമിച്ചാൽ ദാസേട്ടന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നില്ല മിസ്റ്റർ മഹി. ചിലപ്പോ അത് എന്റെ കഴിവുകേടായിരിക്കാം. നിങ്ങൾ വേറെ ആളെ നോക്കിക്കൂ. ഐ എം സോറി. വാ. ഭദ്രൻ എന്താ ഈ നേരത്തെ ഇവിടെ? കുഞ്ഞോളുമായിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു. പകലുള്ള സംസാരമൊന്നും പോരെ പെങ്ങക്കും ആങ്ങളയ്ക്കും? ഇനി നട്ടപ്പാതിരയ്ക്ക് കൂടി സംസാരിക്കണോ? അല്ല, ഞങ്ങളിങ്ങനെ ഓരോന്നും പറഞ്ഞേ സമയം പോയത് അറിഞ്ഞില്ല. സംസാരിച്ച് കഴിഞ്ഞായിരുന്നോ? ഇല്ലെങ്കിൽ രണ്ടുപേരും കൂടി ഒന്ന് പുറത്തു പോയി സംസാരിച്ചിരുന്നെങ്കിലേ എനിക്ക് ഇതിരി കിടന്നുറങ്ങായിരുന്നു. അല്ല, ഭദ്രം പോവോ അതോ ഞാൻ മാറി കിടക്കണോ? വേണ്ട, അളിയെ കിടന്നോ, ഞാൻ എന്താ പോകുന്നു. എന്നാ പോട്ടെ കുഞ്ഞോളെ. അല്ലേ, അളിയെ കിടന്നോ. നിങ്ങൾ നേരത്തെ കണ്ട വക്കീൽ പറഞ്ഞത് തന്നെയാ എനിക്കും പറയാനുള്ളത്. കുഴപ്പം പിടിച്ചൊരു കേസാ ഇത്. ജാമ്യത്തിന് ഒരു തരി സാധ്യതയില്ലാതെയാ പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. പക്ഷേ ദാസേട്ടൻ അങ്ങനെയുള്ള ഒരാളല്ല. അത് സാറിന് കണ്ടാൽ മനസ്സിലാവും. ഒരാളെ കണ്ടിട്ട് നമുക്ക് എങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റും മിസ്റ്റർ മഹി? മഹി, നോക്ക് മിസ്റ്റർ മഹി, കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തെളിയിക്കുന്നത്. കോടതി കാര്യങ്ങൾ മിസ്റ്റർ മഹിക്ക് അറിയാത്തത് കൊണ്ടാ. പിന്നെ വേണമെങ്കിൽ ഞാൻ ഈ കേസ് ഏറ്റെടുക്കാം. ചിലപ്പോ ശിവദാസൻ എന്ന് പറയുന്ന ആൾക്ക് ജാമ്യം കിട്ടും, അല്ലെങ്കിൽ ജീവപര്യന്തം ശിക്ഷ കിട്ടും. ജാമ്യം കിട്ടുമെന്ന് ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല.
ഞാൻ ഈ കേസ് ഏറ്റെടുക്കുന്നുവെങ്കിൽ ഒരു സിറ്റിങ്ങിന് 50,000 രൂപയാണ് എന്റെ ഫീസ്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ആലോചിക്കാം. ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റാരെങ്കിലും നോക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ്. നീ എന്താ കുഞ്ഞോട് ആലോചിക്കുന്നേ? നാളെ ശിവദാസനെ കോടതിയിൽ ഹാജരാക്കിയാൽ അവൻ കണ്ടതൊക്കെ അവിടെ പറയും. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും നമ്മുടെ മനസ്സിലുള്ളതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ശിവദാസന്റെ മനസ്സിലും ഉണ്ടാവും. അങ്ങനെ മനസ്സിലുള്ളത് പറഞ്ഞാൽ നരേന്ദ്രന്റെ അച്ഛന്റെ കൊലപാതക കേസ് പുനരന്വേഷിക്കാൻ കോടതി ഉത്തരവുണ്ടാവും. ആ അന്വേഷണം വന്നെത്തി നിൽക്കുന്നത് ഈ വീട്ടുപടിക്കലായിരിക്കും. ഒന്നാം പ്രതി രമാദേവി എന്ന ഞാൻ, രണ്ടാം പ്രതി ഭദ്രൻ എന്ന ചേട്ടൻ. എല്ലാ സംഭവങ്ങളും നേരിട്ട് കണ്ട ശിവദാസൻ സാക്ഷി. ഇന്നത്തെ ഉറക്കമില്ലാത്ത രാത്രിക്കപ്പുറം എന്റെ കയ്യിൽ വിലങ്ങ് വീണാൽ രമാദേവി എന്ന ബ്രാൻഡ് എന്നേക്കുമായി ഇല്ലാതാകും. അങ്ങനെ ഇല്ലാതാകുമ്പോ കൊലപാതകം മാത്രമല്ല തെളിയാൻ പോകുന്നത്. പഴയ രമയിൽ നിന്നും പുതിയ രമയിലേക്കുള്ള ഓട്ടത്തിനിടയിൽ ചെയ്തതും ചെയ്യിപ്പിച്ചതുമായ ധാരാളം കാര്യങ്ങൾ എല്ലാവരും അറിയും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രമയെന്ന അമ്മ ചോദ്യം ചെയ്യപ്പെടുക എന്നുള്ളതാ. അർഹതയില്ലാത്ത പല സ്ഥാനങ്ങളിലും ഞാൻ ഇരുന്നിട്ടുണ്ടെങ്കിലും അമ്മ എന്ന സ്ഥാനത്ത് തുടരാൻ ഞാൻ അർഹയല്ലെന്ന് എന്റെ മക്കൾക്ക് തോന്നിയാൽ അന്ന് രമ പട്ടപൂജ്യമാവും. വെറും പട്ടപൂജ്യം. നീ എന്തൊക്കെ കുഞ്ഞോടെ വിളിച്ചു പറയുന്നേ? ശിവദാസൻ കോടതിയിലെത്തിയാലല്ലേ എല്ലാം വിളിച്ചു പറയൂ. അതിനവൻ കോടതിയിലെത്തില്ലല്ലോ.